സമീർ ബിൻ കരീം കൂടുതൽ വിശദാംശങ്ങളുമായി തത്സമയം ചേരുകയാണ്. സമീർ, പി വി അൻവർ പ്രതികരിക്കുകയായിരുന്നു മാധ്യമങ്ങളോട്. പല ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും കൃത്യമായി ഒന്നും മറുപടി പറഞ്ഞില്ല. പക്ഷേ UDF നിന്നും LDF നിന്നും വോട്ടുകൾ തനിക്ക് അനുകൂലമായി വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ കൃത്യമായ ഭൂരിപക്ഷം അത് പറയാൻ കഴിയുകയില്ല എന്നുകൂടി പറയുന്നുണ്ട് പി വി അൻവർ ഒരു കീ ഫാക്ടറായി ഈ തെരഞ്ഞെടുപ്പിൽ മാറിയിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുമോ? ഈ ഉയർന്ന ശതമാനം, വോട്ട് ശതമാനം എന്താണ് സൂചന നൽകുന്നത്? വോട്ടിംഗ് ശതമാനം തനിക്ക് അനുകൂലമാണ് എന്നാണ് പി വി അൻവർ വിലയിരുത്തുന്നത്. രാവിലത്തെ അതേ ആത്മവിശ്വാസം പി വി അൻവർ ഇപ്പോഴും പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 75,000 വോട്ട്, അതിലധികം വോട്ട് താൻ സ്വന്തമാക്കുമെന്നുള്ളതാണ് പി വി അൻവർ അവകാശപ്പെടുന്നത്. UDF നിന്നും LDF നിന്നും തനിക്ക് അനുകൂലമായ ഒരു അടിയൊഴുക്കുണ്ടായി എന്നുള്ളതാണ് പി വി അൻവർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ വിജയിക്കുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. തനിക്ക് ബൂത്തിലെ ഏജന്റുമാരുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നുള്ള ഒരു പ്രചാരണം ഈ മറ്റു മുന്നണികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യമില്ല. തനിക്കുള്ള പ്രവർത്തകർ ഓരോരുത്തരും അവരുടെ വീടുകളിലാണുള്ളത്. അതുകൊണ്ട് തന്നെ തനിക്ക് അനുകൂലമായ വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പി വി അൻവറിന്റെ വിലയിരുത്തൽ. ഈ പിണറായി സഖ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് തന്റേതെന്നും പി വി അൻവർ ചൂണ്ടിക്കാണിക്കുന്നു. പി വി അൻവർ ഇന്ന് നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ച് ബൂത്തുകളിൽ സന്ദർശനം നടത്തിയിരുന്നു. വലിയ സ്വീകാര്യതയാണ് ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് ലഭിച്ചത് എന്നതാണ് പി വി അൻവർ വ്യക്തമാക്കുന്നത്. ഏതായാലും തനിക്ക് അനുകൂലമായ വോട്ടിംഗ്, ഈ പോളിംഗ് ശതമാനമൊക്കെ തന്നെ തനിക്ക് അനുകൂലമായ രീതിയിലായി മാറുമെന്നുള്ളതാണ് അൻവർ കണക്ക് കൂട്ടുന്നത്. പ്രത്യേകിച്ച് വഴിക്കടവ് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ തനിക്ക് അനുകൂലമായ ഒരു വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്നും അൻവർ ക്യാമ്പ് കണക്ക് കൂട്ടുന്നു. ഇരു മുന്നണികളെയും ഞെട്ടിക്കുമെന്നുള്ളതാണ് ഇവരുടെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ എത്രത്തോളം വോട്ട് പി വി അൻവറിന് സമാഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കാടടച്ചുള്ള ഒരു പ്രചാരണമായിരുന്നു എല്ലാ മുന്നണികളും നടത്തിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല വോട്ടർമാരെയൊക്കെ തന്നെ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനും വലിയ രീതിയിലുള്ള ശ്രമങ്ങളും ഇവരൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരുടെ ശ്രമവും ആരുടെ പ്രവർത്തനവും ഒക്കെ വിജയം കാണും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാനാകില്ല. എങ്കിലും പി വി അൻവർ ഒരു വലിയ രീതിയിലുള്ള വോട്ട് സമാഹരണം നടത്തുമെന്നുള്ളതാണ് പൊതുവെ പി വി അൻവർ ക്യാമ്പ് തന്നെ വിലയിരുത്തുന്നത്. അത് മറ്റു മുന്നണികൾക്ക് കടുത്ത വെല്ലുവിളിയാകും. അവരെ പ്രതിരോധത്തിലാക്കാൻ തനിക്ക് കഴിയുമെന്നുള്ളത് തന്നെയാണ് പി വി അൻവറിന്റെ കണക്ക് കൂട്ടൽ. അത്തരം ഒരു പ്രചാരണം തന്നെയാണ് പി വി അൻവർ ഇപ്പോഴും നടത്തുന്നത്. തനിക്ക് ഒരു തരത്തിലുള്ള ആത്മവിശ്വാസ കുറവുമില്ല. താൻ 75,000-ലധികം വോട്ട് നേടി വിജയിക്കുമെന്ന് തന്നെയാണ് അൻവർ വ്യക്തമാക്കുന്നത്. ശരി, സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്.